ഈ അടിയന്തര മീറ്റിംഗ് വിളിച്ചത് സത്യം പറഞ്ഞാൽ നിങ്ങളെ ഞെട്ടിക്കുന്ന ഒരു വാർത്ത പറയാൻ വേണ്ടിയാണ്. അല്ലാണ്ട് നിങ്ങള് ഞെട്ടിക്കണ വാർത്ത എന്താ അത് പറയാ, അല്ലാണ്ട് മുൻകൂർ പറഞ്ഞ് ഞെട്ടിപ്പിക്കല്ലേ. ഈ മീറ്റിംഗ് നല്ല രീതിയിൽ നടത്താൻ നിങ്ങൾ സമ്മതിക്കൂ? നിങ്ങൾ നടത്ത്, അല്ലാണ്ട് പിന്നെ വെറുതെ വർത്താനം പറഞ്ഞു. ഞാൻ ഒന്നിനും കൊള്ളാത്ത ഒരു സെക്രട്ടറിയാണ്, കഴിവ് കെട്ട ഒരു പോങ്ങനാണെന്നാണ് നിങ്ങളുടെയൊക്കെ ധാരണ. ആ ഒരു തിരിച്ചറിവുണ്ടല്ലോ, അതിന്റെ വലിയ കാര്യമാണ്. അല്ല ഇത് പറയുമ്പോഴാണോ നമ്മൾ ഞെട്ടേണ്ടത്? ഞാനൊരു കാര്യം പറഞ്ഞേക്കാം. സെക്രട്ടറി സഭ്യമായ ഭാഷ സംസാരിക്കണം, ഇതൊരു മീറ്റിംഗ് ആണ്. എടോ, സഭ്യമായ ഭാഷ സംസാരിക്കാൻ ഒരുത്തിന് എന്നെ പഠിപ്പിക്കേണ്ട കാര്യമില്ല. ഇതൊരു മീറ്റിംഗ് അല്ലേ, ഇവര് സംസാരിച്ചാലും കേട്ടല്ലേ. ഞങ്ങൾ സംസാരിക്കാൻ എങ്ങനെയാണ്? ഇങ്ങടമാര് ഇങ്ങനെ ഒരു പോങ്ങനായിട്ടുള്ള ഒരു സെക്രട്ടറി ഈ വായനശാലയുടെ ചരിത്രത്തിലുണ്ടായി. മുമ്പുണ്ടായിരുന്ന സെക്രട്ടറി ആണല്ലോ ഇവിടെ കൊണ്ട് മല മറിച്ചത്. ഞാൻ ചാർജ് എടുത്തതിന് ശേഷമല്ലേ ഈ വായനശാല ഈ ഒരു പരുവത്തിലായത്. ഞാനിവിടെ വരുമ്പോഴെന്താണ് പുസ്തകങ്ങൾ മുഴുവൻ കൂറ പിടിച്ച് നാൽപ്പൂരയിൽ കിടക്കായിരുന്നില്ല. ഇപ്പൊ ഇതിനൊക്കെ ഒരു അടുക്കും ചിട്ട ഉണ്ടാക്കിയതാണ് ഞാൻ ചെയ്ത തെറ്റ്. നിങ്ങൾ ആയതിനു ശേഷം അടക്കും ചിട്ടോടുള്ളത് അലമാരയിലിരിക്കേണ്ട ഒരു മനുഷ്യൻ ഇവിടെ വന്നിട്ട് പുസ്തകമില്ല. മീറ്റിംഗ് വിളിച്ചോ മാത്രം വന്നാ പോരാ, ഇടയ്ക്കോ കയറി വരണതിനകത്തേക്ക് നന്നായിട്ട് പെരുമാറണം. കസേര ഉണ്ടാ ഇപ്പൊ അധ്യക്ഷൻ ഇരിക്കണ കസേര തന്നെ നോക്ക്, ഇരുന്ന ചന്തി വളം കടിക്കും. ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ, നിങ്ങൾ കഴിഞ്ഞ തവണ ഇവിടെ ഗ്രാൻഡ് കിട്ടിയ കായും കൊണ്ട് നിങ്ങളും നിങ്ങളുടെ കുറെ സിംഗടികളും കൂടിയിട്ട് പുസ്തകം വാങ്ങിയാൻ പോയി ഇവിടുന്ന്? പോയില്ലേ? ഇത് എന്താ നിങ്ങൾ കൊണ്ടുവന്ന്? നിങ്ങൾ അവിടുന്ന് സെക്കൻഡ് വിലക്ക് കിട്ടുന്ന കുറെ കുറെ പഴയ പുസ്തകങ്ങൾ കെട്ടി ചുമന്ന് കൊണ്ടുവന്നിട്ട് പുതിയ പുസ്തകങ്ങൾ മേടിച്ചെന്ന് പറഞ്ഞിട്ട് ബില്ലും അങ്ങോട്ട് ഉണ്ടാക്കി എഴുതി തള്ളി ബാക്കിയൊക്കെ എടുത്ത് വീങ്ങില്ലേ? നിങ്ങൾ അനാവശ്യം പറയുന്നത്. നിങ്ങൾ സംസ്കാരത്തോടെ പെരുമാറാം. മുണ്ടിന്റെ മറക്കുത്ത് അയച്ചിട്ട് ഇതൊരു പൊതു ചർച്ചയാണ്. നീ പുസ്തകം വായിക്കാൻ തുടങ്ങിയോ? കണ്ട, ഞാൻ സെക്രട്ടറി ആയതിനു ശേഷം അക്ഷരം അറിയാത്ത പോലും പുസ്തകം വായിക്കാൻ തുടങ്ങി. അതെ, സെക്രട്ടറി എന്നുള്ള നിലയ്ക്ക് സത്യശീലം കുറച്ചും കൂടി ഉയർന്ന് പ്രവർത്തിക്കണം എന്നാണ് ഒരു ലൈബ്രറിയൻ എന്നുള്ള നിലയ്ക്ക് എനിക്ക് പറയാനുള്ളത്. ഇയാളുടെ പണി നോക്കണോ? ആദ്യം തന്റെ പണി കൃത്യമായിട്ട് ചെയ്യ്, കൃത്യമായിട്ട് സ്ഥാപനം തുറക്ക്. പിന്നെ ഇവിടെ വരുന്ന പുസ്തകങ്ങളെല്ലാം വൃത്തിയായിട്ട് അടുക്കും ചിട്ടയോടൊക്കെ വെക്കി. എന്തോ ആകെ എനിക്ക് കിട്ടണ നക്കാപ്പിച്ച, അത് നേരത്തിന് കിട്ടണില്ല. എനിക്ക് ഇത്രയൊക്കെ പറ്റൂ. നിങ്ങൾ ചുമ്മാ തർക്കിച്ചിട്ട് കാര്യമില്ല. എന്തിനാ എല്ലാരും വിളിച്ചു വരുത്തിയെന്ന് പറ. നിർത്ത്, ഞാൻ പറയാം. നിങ്ങൾ എന്തൊക്കെ ആരോപണങ്ങൾ ഉന്നയിച്ചാലും, ഞാൻ എത്ര പോങ്ങനാണെന്ന് നിങ്ങൾ പറഞ്ഞാലും, നമ്മുടെ വായനശാലയുടെ ഉന്നമനത്തിന് വേണ്ടി ഞാൻ കുറെ നാളുകളായിട്ട് പ്രവർത്തിച്ചു കൊണ്ടിരിക്കുകയായിരുന്നു. സർക്കാരുമായി നിരന്തരം ബന്ധപ്പെട്ടു, എത്രയോ ചർച്ചകൾ നടത്തി. സോളാർ കൊണ്ടുള്ള പരിപാടിയാവും. പറഞ്ഞു ആ ശ്രമങ്ങൾ വിജയിച്ചു എന്ന് വേണം പറയാൻ. അതിന്റെ ആദ്യപടി എന്നോണം MLA ഓഫീസിൽ നിന്ന് ഒരു കമ്പ്യൂട്ടറും ഒരു പ്രിന്ററും നമ്മുടെ വായനശാലയ്ക്ക് തന്നുകൊള്ളാമെന്ന് അവർ സമ്മതിച്ചിരിക്കുന്നു. ഒരു വലിയ കമ്പ്യൂട്ടർ. വലിയതെന്ന് പറഞ്ഞാൽ ഈ റൂമിന്റെ അത്രയും വരുമോ? ഒരു സാധാരണ കമ്പ്യൂട്ടറിന് എത്ര വലിപ്പം വരുമോ അത്ര വലിപ്പേ കാണൂ. പിന്നെ നമുക്ക് ഈ ചടങ്ങ് ഒരു വലിയ സംഭവമാക്കി മാറ്റണം. നാട്ടിലുള്ള എല്ലാ ആളുകളെയും ഉൾപ്പെടുത്തി ഈ കമ്പ്യൂട്ടർ ചടങ്ങ് ഒരു ഉത്സവമാക്കണം. വായനശാല സെക്രട്ടറിയുടെ വികസന പ്രവർത്തനങ്ങൾ ജനങ്ങളൊക്കെ ഒന്ന് അറിയട്ടെ. അല്ല സെക്രട്ടറി, ഇതിനൊക്കെ ഇവിടെ ഫണ്ട് ഉണ്ടാ? കഴിഞ്ഞ തവണ വായനാ ദിനം നടത്തിയതിന്റെ തന്നെ സ്റ്റേജ് വാടക, കസേര വാടക, ഭക്ഷണ ചെലവ് ഇതൊക്കെ കൊടുക്കാൻ ഇവിടെ ബാക്കി കിടക്കുകയാണ്. പിന്നെ എങ്ങനെയാണ് ഉത്സവമാക്കണത്? ഒന്നാമത്തെ കാര്യം പറഞ്ഞിട്ട് ഈ ജാതി ഒരു കമ്പ്യൂട്ടർ കൊടുക്കണ പേരും പറഞ്ഞിട്ട് വെറുതെ ഒരു അധിക ചെലവ് ഉണ്ടാക്കണ്ട. നമ്മളെ കൊണ്ട് കഴിയാൻ പറ്റുന്ന എന്തെങ്കിലും ചെയ്താൽ പോരെ? അതെ, അത് മതി. ഇതിന് എന്ത് ചെലവ് വരുമോ ആ ചെലവ് ഞാൻ വഹിക്കും, എന്റെ പോക്കറ്റിൽ നിന്ന് എടുത്ത് വഹിക്കും. എന്താ മുൻ സെക്രട്ടറിക്ക് ഒന്നും പറയാനില്ലേ? അങ്ങനെ കയ്യിൽ നിന്ന് കായ് ചെലവാക്കിയിട്ട് ആളാവണ പല ആൾക്കാരുണ്ട്. നമുക്ക് അതിന്റെ ആവശ്യമില്ല. അല്ല, നമ്മുടെ ഈ വായനശാലയിൽ ഇപ്പൊ എന്തിനാ കമ്പ്യൂട്ടർ എന്നോ? ഇനി മുതൽ നമ്മുടെ വായനശാലയിലെ മുഴുവൻ പുസ്തകങ്ങളുടെയും വിവരങ്ങൾ കമ്പ്യൂട്ടറിനകത്തായിരിക്കും. ഏതെല്ലാം പുസ്തകങ്ങളുണ്ട്, ഏതെല്ലാം പുസ്തകങ്ങൾ പുറത്തു പോയിട്ടുണ്ട്, ഏതെല്ലാം പുസ്തകങ്ങൾ തിരിച്ചു വന്നിട്ടുണ്ട് എന്നെല്ലാം കമ്പ്യൂട്ടറിൽ നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാകും. അല്ല, അതിനെ എനിക്ക് ഈ കമ്പ്യൂട്ടർ ഒന്നും വർക്ക് ചെയ്യാറില്ല കേട്ടോ. അത് ഞാൻ ഇപ്പൊ തന്നെ പറഞ്ഞേക്കാം. അതിന് കമ്പ്യൂട്ടർ അറിയാവുന്ന ഒരാളെ കൊണ്ടുവന്നാ പോരെ? അത് ശരി. അപ്പൊ എല്ലാരും കൂടി എന്നെ പുകച്ച് പുറത്തേടിക്കാനുള്ള പരിപാടിയാണല്ലേ? അത് നടക്കില്ല കേട്ടോ. എനിക്ക് ഒരുപാട് കാശ് കിട്ടണ്ട, അതൊക്കെ എനിക്ക് ഇപ്പൊ കിട്ടണം. ഇവിടെ എന്താ സുഖത ഈ പറയുന്നത്? ഞാൻ പറയട്ടെ? വേണ്ട, പറയണ്ട. ഇവിടുത്തെ റേക്കു അലമാരൊക്കെ ഇല്ലേ, അത് ഞാൻ ഇൻസ്റ്റാൾമെന്റ് ആയിട്ട് മേടിച്ചാണ്. അതിന്റെ കാശ് കുറെ അടയ്ക്കാണ്ട് അതും എനിക്കിപ്പൊ കിട്ടും. എടോ, ഞാൻ പറയട്ടോ? വേണ്ടെന്ന് പറയണ്ട. ഈ കാര്യത്തിന് വേണ്ടി എന്തൊക്കെ ചെയ്തിട്ടുണ്ടറിയാം ഞാൻ. ഇപ്പൊ ഞാൻ പുറത്തോ അത് സമ്മതിക്കില്ല ഞാൻ. വേണ്ട, കമ്പ്യൂട്ടർ ഇവിടെ വേണ്ട. വേണ്ടേ വേണ്ട വേണ്ടേ വേണ്ട, കമ്പ്യൂട്ടർ ഇവിടെ വേണ്ടേ വേണ്ട.
ഇപ്പിളി ചേട്ടാ കാര്യം നോക്കണം. ഓ, എന്റെ സുഗത, നിങ്ങളെ പുറത്താക്കുമെന്ന് ആരെങ്കിലും പറഞ്ഞോ? ഇപ്പൊ ഇവിടെ പറഞ്ഞില്ലേ വേറെ ആളെ കൊണ്ടുവരാന്ന്. എടോ, നിങ്ങൾ തന്നെ ഇവിടുത്തെ ലൈബ്രറിയൻ. ആ കമ്പ്യൂട്ടർ അറിയുന്ന ഒരാളെ കൊണ്ടുവരാം, എന്നിട്ട് നിങ്ങളത് പഠിക്കുക എന്നാണ് ഞാൻ പറയാൻ ഉദ്ദേശിച്ചത്. അത് പറയാൻ സമ്മതിക്കണ്ടേ? അത് ശരിയാ, അത് പഠിക്കാം. പിന്നെ കമ്പ്യൂട്ടർ വരുന്നത് കൊണ്ട് എല്ലാവർക്കും ഉണ്ട് പ്രയോജനം. വിവരവും വിദ്യാഭ്യാസവും ഉള്ള ആർക്കും അത് വേണമെങ്കിൽ ഉപയോഗിക്കാം. അവനവന് ഉപയോഗമില്ലാത്തൊരു കാര്യമെങ്കിലും ചെയ്തു സെക്രട്ടറി. ശരിയാട്ടോ, ഫേസ്ബുക്കിൽ കയറാൻ, ചാറ്റ് ചെയ്യാം, നമുക്ക് ഗൂഗിളിൽ സെർച്ച് ചെയ്യാം. ലോകത്തെ പറ്റി മുഴുവൻ നമുക്ക് മനസ്സിലാവും. കമ്പ്യൂട്ടർ വന്നു കഴിഞ്ഞാൽ ഇങ്ങോട്ട് പോയി